ഓണം നിവിൻ പോളി തൂക്കി. ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഈ ഓണത്തിന് നിങ്ങൾക്ക് കൺകുളിർക്കെ ചിരിച്ച് സന്തോഷമായിട്ട് തിയേറ്ററിൽ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ് നിവിൻ പോളി നായകനായ ബത്ലഹാം കുടുംബ യൂണിറ്റ്. ഗിരീഷ് ഏടി, പ്രേമലു, കാതലൻ, സൂപ്പർ ശരണ്യ, തണ്ണീർമത്തൻ ദിനങ്ങൾ എല്ലാത്തിന്റെയും ഡയറക്ടർ പുള്ളി തന്നെയാണ്. ഈ സിനിമയിലും ഡയറക്ടർ. ഈ സിനിമയുടെ പ്രൊഡ്യൂസിംഗ് കാസ്റ്റ് തന്നെ ഒരു ഇജ്ജാതി സാധനങ്ങളൊക്കെയാണ് വരുന്നത്. ശ്യാം പുഷ്കരൻ, ഫാദു ഫാസിൽ, ദിലീഷ് പോത്തൻ, ഭാവന സ്റ്റുഡിയോസ്, ഫാദു ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ്, ആ പരിപാടികളൊക്കെയാണ്. അപ്പൊ തന്നെ ഇതിന്റെ പരിപാടി എന്തെന്ന് നമുക്ക് മനസ്സിലാവും. ഗിരീഷ് ഏടി പടവട, നിവിൻ പോളി തൂക്കി. എടാ, നിംപോളിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ജസ്റ്റിൻ എന്നാണ് പുള്ളിയുടെ ക്യാരക്ടർ. സിനിമ മൊത്തം കോമഡിയാണ്ട. ആ തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പടം പോയിക്കൊണ്ടേയിരിക്കും. പടത്തിൽ എല്ലാവരും കട്ടയ്ക്ക് കട്ടയ്ക്ക് സ്കോറാണ്. ഈ സിനിമയിൽ നിവിൻ പോളി നായികയായിട്ട് മമിത വരുന്നുണ്ട്. അപ്പൊ നിവിൻ പോളിയും മമിതയും ഉള്ള ആ ഒരു ലവ് പോർഷൻ, അവർ തമ്മിലുള്ള ഒരു തമാശ, ആ ഒരു കെമിസ്ട്രി ഒക്കെ, എടാ പ്രേമിക്കാൻ തോന്നുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്ട. ആ ഒരു ഫീൽ, ആ ഒരു ഇമോഷൻ നമുക്ക് തോന്നും. ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. കാരണം അവർ ഒന്നിക്കുമ്പോൾ തിയേറ്ററിൽ അത്രയ്ക്കും ക്ലാപ്സ് വീണിട്ടുണ്ടെങ്കിൽ നോക്കി നോക്കുക. ആ ഒരു കെമിസ്ട്രി, ആ ഒരു ഓഡിയൻസിന് എത്രമാത്രം സാറ്റിസ്ഫൈ ആയി, അവർക്ക് എത്രമാത്രം കൺവിൻസ് ആയി എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള തമാശകള്. ഇതിന്റെ ഇടയിൽ തന്നെ നിവിൻ പോളിയുടെ കൂട്ടത്തില് സുരേഷ് കൃഷ്ണ, ഷമീർ ഖാൻ, അതായത് പുള്ളി പ്രേമലു സിനിമയിലും ഉണ്ട് പുള്ളി, ആൻഡ് ചൂരൽ എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജുള്ള പുള്ളിക്കാരനുണ്ട്, ആൻഡ് റോഷൻ ഷാനവാസ്, സംഗീത്, ഇവരൊക്കെ നിവിൻ പോളിയുടെ കൂടെ നിന്ന് അഴിഞ്ഞാടെയാണ്ട. നിവിൻ പോളി അഴിഞ്ഞാടുന്ന, അവരും അഴിഞ്ഞാടുന്ന കിടിലം കോമഡി പടം. ഇതില് ഫീമെയിൽ ലീഡിലായിട്ട് ശൃന്ദ വരുന്നുണ്ട്. പിന്നെ ഒരു ഒരു മഴവിൽ മനോരമ D4 ഡാൻസ് എങ്ങനെ ഒരു പരിപാടിയിൽ ഒരു നായിക ഉണ്ടല്ലോ, പുള്ളിക്കാരൻ മീനാക്ഷിയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് വിട്ടുപോയി. ആ പുള്ളിക്കാരിയുണ്ട്. അവരുടെ ഒരു ഫീമെയിൽ ഗ്യാങ്ങും ഉണ്ട്. അവരുടെ ആ ഒരു കോമ്പിനേഷൻ, അവർ വെള്ളം അടിക്കുന്ന ഒരു സീനുണ്ട് കേട്ടാ. പെണ്ണുങ്ങൾ വെള്ളം അടിക്കുന്ന സീന്. മമിത ബൈജു, ശൃന്ദ, പുള്ളിക്കാരി, 4 പേരാണ്. എടാ കിടിലനായിട്ട് ആ ഒരു കോമഡി, അവരുടെ ഒരു തമാശകൾ. നമ്മള് ഈ ആണുങ്ങളൊക്കെ ഇഷ്ടമുള്ള സമയത്ത് എവിടെയൊക്കെ പോകുന്നു, നമ്മൾ ഒരിടത്തും പോകണില്ല, വീട്ടിലൊക്കെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ പറയാണ്. നമ്മൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ കള്ളൊടിച്ചിട്ട് അവരുടെ ഒരു തമാശകളൊക്കെ അത് സൂപ്പറായിട്ട്, എനിക്ക് നന്നായിട്ട് അതൊരു എൻജോയബിൾ ആയിട്ട് തോന്നി. പിന്നെ ഇവരുടെ ആ ഒരു തമാശകള് മൊത്തം ഒരു ബ്ലെൻഡ് ആയിട്ട് പോവേണ്ട. അതായത് ബത്ലഹാം കുടുംബ യൂണിറ്റ്, ബത്ലഹാം ഒരു നമ്മളിപ്പോ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു യൂണിറ്റ്, ഒരു ഫാമിലി, കുറച്ച് വീടുകളുള്ള ഒരു സ്ഥലം. അവിടെ വീട് മാറി, അതായത് വേറൊരു സ്ഥലത്ത് നിന്ന് വീട് മാറി മമിത വരികയാണ്. അപ്പോൾ ജസ്റ്റിൻ അവിടെ ഉള്ള ഒരാളാണ്, നിവിൻ പോളി. അങ്ങനെ ആ യൂണിറ്റിലേക്ക്, ആ ഒരു അസോസിയേഷനിലേക്ക് മമിതയും ആവുന്നു, വീട് മാറി വരികയാണല്ലോ. അങ്ങനെ വന്ന് അവിടെ നിന്ന് പരിചയക്കാരാവുന്നു, ഈ കണ്ട് ഇഷ്ടങ്ങളാവുന്നു. മമിതയ്ക്കാണ് ആദ്യമായിട്ട് ക്രഷ് തോന്നുന്നത്, ഇഷ്ടം തോന്നുന്നത്. അതൊക്കെ വളരെ ക്യൂട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പടത്തിൽ വിഷ്ണു വിജയന്റെ മ്യൂസിക്, പടത്തിൽ ഇങ്ങനെ അങ്ങനെ പടത്തിൽ അങ്ങനെ കൊണ്ടുപോകണ്ട. ആദ്യം എനിക്ക് ആ മാന്ത്രികം പാട്ട് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലായിരുന്നു. ബട്ട് പടത്തിലെ ആ ഒരു സീനോടൊക്കെ കണ്ടപ്പോ കറക്റ്റ് അങ്ങനെ തന്നെ വരുന്നുണ്ട് പാട്ട്. ഇതില് ഒരു 4-5 പാട്ട് വീണ്ടും എക്സ്ട്രാ ഉണ്ട്. ആ ഒരു പ്രേമലിലൊക്കെ നമ്മൾ കേൾക്കൂലേ, ആ ഒരു വൈബ്, ആ ഒരു ട്രിപ്പി പോലത്തെ ഒരു പാട്ടുകളാണ്. ഇവർ ആ ഗോവയിൽ ഒരു ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒക്കെ നല്ല കിട്ടിലിനായിട്ട് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യണ പാട്ടൊക്കെ ആയിട്ട് വിഷ്ണു വിജയൻ തന്നെ സൂപ്പറായിട്ട്. ഗിരീഷ് ഏടി സൂപ്പർ. ആ ഒരു സിമ്പിൾ കഥയാണ് അത് കിട്ടിലിനായിട്ട് ബോറടിപ്പിക്കാതെ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടെ ഇതില് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലുള്ള കോണ്ടന്റ് ക്രിയേറ്റർ ജാസർ ക്ലിക്സ് എന്നൊരു പുള്ളിക്കാരൻ ഇതിലുണ്ട്. പിന്നെ പാർവതി അയ്യപ്പദാസ് എന്നൊരു പുള്ളിക്കാരി സിനിമയിലുണ്ട്. അവർക്ക് നല്ല റോളൊക്കെ തന്നെയാണ്, അത്യാവശ്യം സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉള്ള, സ്ക്രീൻ ടൈമിംഗ് ഒക്കെ ഉള്ള നല്ലൊരു റോൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇതിൽ ശ്യാം പുഷ്കരൻ, ഒന്നാമത്തെ പ്രൊഡ്യൂസറും, ഒരു ചെറിയ സീനിൽ വരുന്നുണ്ട്, മറ്റേ ലോഹയൊക്കെ ഇട്ട് അച്ഛനെ പോലെ വരുന്നുണ്ട്. ഒരു കോമഡിയാണ്. പിന്നെ ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആ ഒരു ഇമോഷൻസ്, ആ സംസാരിക്കുന്നത്, അതൊരു ലവർ, ഒരു ഏജ്ഡ് പ്രണയം, വീട് മാറി വന്ന് താമസിക്കുന്ന ഒരു ടീനേജർ കേളും, അതായത് 10-13 വയസ്സ്. എനിക്ക് തോന്നുന്നു ഇത് ഫഹദ് ഫാസിലിന്റെ കഥയാണ്. എനിക്ക് തോന്നുന്നതല്ല, ഫഹദ് ഫാസിലിന്റെ കഥയാണ്. കാരണം ഫഹദ് ഫാസിലിന് നസ്രിയയും കല്യാണം കഴിക്കുമ്പോഴും ഇത് 10-13 വയസ്സിന്റെ ഏജ് വ്യത്യാസം എന്തൊക്കെ ഉണ്ടായിരുന്നു. തൂക്കി നിവിൻ. ഞാൻ പറയുന്നുണ്ട്, റോഷൻ ഷാനവാസ് പുള്ളിക്കാരുണ്ട്. അതായത് ആവേശ സിനിമയിൽ ഹിപ്സ്റ്ററിന്റെയും മിഥുൻ ജയശങ്കർ എന്നാണ് പുള്ളിയുടെ പയ്യന്റെ പേരെന്ന് തോന്നുന്നത്. പുള്ളിയുടെ കൂടെ ഒരാളുണ്ടല്ലോ, റോഷൻ ഒരു പയ്യൻ.
എടാ ചെറുക എന്ത് കോമഡിയാടാ, ചിരിച്ചിരിച്ച് വയ്യാതാടാ, കിട്ടില്ല കോമഡി. ആൻഡ് സംഗീതാണ് ഒരു രക്ഷയില്ല. സംഗീത് കിടന്ന് വിളയാടി പ്രാമലൂല് എങ്ങനെ നസ്ലിന്റെ കൂടെ കിടന്ന് വിളയാടി, അതേപോലെ നിവിൻ പോളിയുടെ അനിയനാണ് ഈ സിനിമയിൽ വിളയാടിയിട്ടുണ്ട. ആൻഡ് ഇതിൽ ബിന്ദു പണിക്കർ ഒരു ചെറിയ റോളിൽ വരുന്നുണ്ട്. ആ റോളും ബിന്ദു പണിക്കർ സൂപ്പറായിട്ട് ചെയ്ത്. പിന്നെ ഇടയിൽ സുരേഷ് കൃഷ്ണ, ഷമീർ ഖാനും നിവിനും ഒക്കെയാണ് ആ ഗ്യാങ്. അതായത് വയസ്സായ ഗ്യാങ്, ഈ 30-35 വയസ്സായ ഗ്യാങ്ങുകളാണ്. അങ്ങനത്തെ ആ സുരേഷ് കൃഷ്ണയുടെ കോമഡിയൊക്കെ കൊണ്ടുവരാം പുള്ളിക്കാരനൊക്കെ ഇപ്പോഴും നന്നായിട്ട്. അത് അവര് ആ ഒരു സിറ്റുവേഷണൽ കോമഡിയിൽ ഈ ഇടയിൽ നിവിൻ പോളിയുടെ കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ട്. ഗെറ്റ് സം റെസ്റ്റ് ഓൾഡ് മാൻ, അങ്ങനെയൊക്കെ പറയുന്ന, അങ്ങനെ വെച്ച് ഇടിച്ച് കാച്ചി വെച്ച് തരാം, അങ്ങനെയൊക്കെ പറയുന്ന നിവിൻ പോളിയുടെ ആ ഒരു ടിപ്പിക്കൽ ലാംഗ്വേജിലാണ് സംസാരം. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓ മൈ ഗാഡ്, അത് നമുക്ക് ഫീലാണ്. കാരണം നമുക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് കണ്ടപ്പോൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു സോണിൽ നിവിൻ പോളി ഇതുപോലത്തെ വേഷമൊക്കെ കേക്കുവാക്കാണ്, ചുമ്മാ ചെയ്തുകൂടാ. അതുപോലെ ചുമ്മാ. ആൻഡ് മമിത ആശ്ലി എന്ന കഥാപാത്രം മമിത ത്രൂ ഔട്ട് പിന്നെ പെടലെടുത്ത് വെച്ചിട്ടുണ്ടോ. എന്ത് കിട്ടില്ലാണ്ടാ മമിത, ഒരു എക്സ്പ്രഷൻ ആവട്ടെ, സംസാരം ആവട്ടെ, ആ ഒരു ക്യൂട്ട് ആവട്ടെ, എല്ലാം കിട്ടില്ലായിട്ട് ആശ്ലി എന്ന ഒരു ക്യാരക്ടർ നന്നായിട്ട് തന്നെ കിട്ടില്ലായിട്ട് അത് പോർട്രേറ്റ് ചെയ്ത് ഷോക്കേസ് ചെയ്തിട്ടുണ്ട് മമിത. നിവിൻ പോളി എന്റെ പൊന്നു, നിവിൻ പോളി ഇതിന്റെ ഇടയിൽ വിനയ് ഫോർട്ടിന്റെ കോമഡി വരുന്നുണ്ട്. മൊത്തം കോമഡിയാടാ ഈ പടത്തിൽ. ഇങ്ങനെ ഇതിന്റെ ഇടയിൽ സംഗീത് ഒരാളെ പ്രേമിക്കുന്നുണ്ട്, അതുമായിട്ട് കുറെ വള്ളികൾ വരുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ പ്രണയമാവുന്ന അതുമായിട്ട് കുറച്ച് വള്ളികൾ വരുന്നുണ്ട്. ഇനി സംഗീത് നോക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് വള്ളികൾ വരുന്നുണ്ട്. അങ്ങനെ കോമഡിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുവാടാ. ആ ഒരു ചെറിയ ഇടത്തിൽ, അതായത് ആ ഒരു യൂണിറ്റ്, ആ ഒരു റെസിഡൻസ്, ആ ഒരു കുറച്ച് കുടുംബമുള്ള സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു കോമഡിയും പരിപാടികളൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ട് പവർഫുൾ ആണ്. ഓണം തൂക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കട്ടക്ക് നിവിൻ പോളി അടിച്ചു തൂഫാനാക്കും. സർവമായ വന്ന പോലെ, പുഷ്പം പോലെ തിയേറ്ററിൽ എല്ലാ ആളുകാരും അത് ഒരു പടം മുഴുവൻ ചിരിപ്പിക്കണ്ട. എനിക്ക് റോഷൻ ഷാനവാസിന്റെ കോമഡികൾ ആലോചിക്കുമ്പോൾ തന്നെ ഇവ ഒരു ഫ്ലാറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പെണ്ണിന് മെസ്സേജ് അയക്കും കേട്ടാ. കെസിയാന്നൊരു പെണ്ണിന്, നാൻ നടന്ന നാൻ നടന്ന അതിരടി, നീ നടന്ന ശരവടി, എന്ത് അങ്ങനെയൊക്കെ. നിങ്ങളത് ആ ഒരു സിറ്റുവേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. അങ്ങനത്തെ കിട്ടില്ല കോമഡികളൊക്കെ പുള്ളിക്കാരെ. നാങ്ക പാക്ക എങ്ങളെ പസങ്ങളെ പാക്ക உங்களுக்கு പിടിക്കാത്, അങ്ങനത്തെ കുറച്ച് ഡയലോഗുകൾ തമിഴൊക്കെ ഇടയിൽ പറയും. ആൻഡ് ആരടാ പറഞ്ഞ കേരളത്തിൽ തല ഫാൻസ് ഇല്ലെന്ന്? പടം മുഴുവൻ തല അജിത്തിന്റെ പേര് മങ്കാത്ത, ഗുഡ് ബാഡ് അഗ്ലി പടമൊക്കെ ഓടുന്നു തിയേറ്ററിൽ. നിവിൻ പോളി കാണാൻ പോകുന്ന പടം അജിത്തിന്റെ മങ്കാത്ത. അതും 3-4 സീനൊക്കെ കാണിക്കും അജിത്ത് തിയേറ്ററിൽ ഇങ്ങനെ വരുന്നതൊക്കെ. ആൻഡ് മങ്കാത്ത എന്ന് പറയുന്നുണ്ട്, ഗുഡ് ബാഗ് തലയുടെ പടം ഇറങ്ങണം എന്ന് പറയാം, തല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഫഹദ് ഫാസിൽ നിവിൻ പോളി തല ഫാൻസ് എന്തോ ആണ്. അപ്പൊ ആരാ പറഞ്ഞത് കേരളം തല ഫാൻസ് ഇല്ലെന്ന്? കണ്ടു നമ്മ പങ്കാളി തല അജിത്തോടെ പടം ഇറങ്ങുന്നത്, അങ്ങനെയൊക്കെ അവർ സംസാരിക്കട്ടാ. ലിറ്ററലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലം പടം.